അസ്സലാമലൈക്കും എവ്രിവൺ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ള ഒരു അടിപൊളി ഈസി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇവിടെ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം എഗ്ഗാണ് വേണ്ടത്. ബോയിൽഡ് എഗ്ഗാണ് 4 എടുത്തിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഒന്നൊന്നായി കട്ട് ചെയ്തിട്ടെടുക്കാം. ഈ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ്. നമുക്ക് ആകെ 2 ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലോട്ട് ആവശ്യമുള്ളത്, ബോയിൽഡ് എഗ്ഗും പൊട്ടാറ്റോയും. അപ്പോൾ എഗ്ഗ് ഇട്ടെടുത്തിട്ടുണ്ട്, ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ബ്ലെൻഡായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ബോയിൽഡ് പൊട്ടാറ്റോയും കൂടി ഇട്ടെടുക്കാം. 2 എണ്ണമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിനി ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇവിടെ ബ്ലെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് ഇട്ടെടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ടെടുക്കാം. 1 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ടെടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാല ഇട്ടെടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ചില്ലി പൗഡർ ഇട്ടെടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഉപ്പ് ഇട്ടെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്കിനി ഇത് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് കൈൻ്റെ ഉള്ളിലൊന്ന് അടിയിൽ വെച്ച് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. ഇവിടെ ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് ഒന്നൊന്നായി ഇതിലോട്ട് ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കൊന്നൊന്നായി ഇട്ടെടുക്കാം. ഇനി നമുക്കിത് തിരിച്ചു മറിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇവിടെ ഇത് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതുണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ്, അതുപോലെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിൽ അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.